ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കാതെ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് വണ്ടി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിടുന്ന സമയത്ത് ക്ലച്ച് ഡിസ്ക് പിടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ക്ലച്ച് ആവില്ല, പെട്ടെന്ന് തന്നെ ഗിയർ ചാടി അങ്ങോട്ട് വണ്ടി ഓടിപ്പോകും. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഓൾറെഡി എൻജിൻ നിലവിൽ വണ്ടിയുടെ എൻജിൻ കംപ്ലയിൻ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റൊക്കെ പോയേക്കാണ്, നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എൻജിൻ അഴിച്ച് ഓയിൽ ഊറ്റി വിട്ടു. കാരണം ക്ലച്ച് അയക്കണമെങ്കിൽ ഓയിൽ അഴിക്കണം. അപ്പോൾ നമ്മൾ ഓയിൽ അഴിക്കുന്ന സമയത്ത് കൂടിയുള്ള ഓയിലാണ്, കുറച്ച് ഓയിൽ ഈ പാത്രത്തിൽ കിടന്നതുകൊണ്ടോ നിസ്സാര ഓയിൽ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50 മില്ലി കഷ്ടി ഓയിലില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഗിയർ വീലുകൾ, ഗിയർ പ്രൈമറി വീലൊക്കെയാണ് ഇരുന്ന് തുരുമ്പിട്ടൊരവസ്ഥയിലിരിക്കുക. വണ്ടി ഉപയോഗിക്കാതെ കയറ്റി വെച്ചേക്കാറുന്നു, എൻജിനിൽ ഓയിലുണ്ടായില്ല. അതൊക്കെയാണ് ഇതിൻ്റെ കാരണം കേട്ടോ. ഇവിടെ തുരുമ്പിട്ടേക്കുന്ന അവസ്ഥയിലാണ് ഗിയർ പ്രൈമറി വീല്, ക്ലച്ചിൽ വന്ന ഗിയർ പ്രൈമറി വീല്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഡിസ്ക് ഓയിലിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്ലച്ച് പ്ലേറ്റുമേ ഒരു തുരുമ്പ് പോലെ പിടിച്ചേക്കാണ്. ഇതുണ്ടോ, നോക്കുമ്പോൾ അറിയാൻ പറ്റും. ക്ലച്ച് ഡിസ്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പ്ലേറ്റുമേ തുരുമ്പ് കണക്കെ ചാടി പിടിച്ചിരിക്കുക. അതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പം നമുക്ക് ചെയ്യുമ്പോൾ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടിയിട്ട് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പക്ഷേ വണ്ടിക്ക് ഓൾറെഡി പുകയുണ്ട്, എൻജിൻ കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിലില്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് വീണ്ടും പോകും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇതുമ്മ ചെയ്യേണ്ടത് ക്ലച്ച് ഡിസ്ക് മാറണം, പ്ലേറ്റ് മാറണം. ഇത് അഴിക്കുന്ന സമയത്ത് എൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറണം. ക്ലച്ചിൻ്റെ ഈ ക്യാമിൻ്റെ സൈഡിൽ വന്ന ഓറിങ് കാര്യങ്ങളൊക്കെ മാറണം. ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ആയാലും നോക്കുമ്പോൾ ഈ വീലിൻ്റെ ഭാഗം കണ്ടോ തുരുമ്പിട്ട് ഇരിക്കണേ. അത് ജസ്റ്റ് ഇനിയിപ്പോൾ ഡീസലിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും, നല്ല ശബ്ദ വ്യത്യാസം ഉണ്ടാവും. വേറെ ഓപ്ഷനില്ല, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ക്ലച്ച് ഡിസ്ക് മാത്രം മാറ്റിയിട്ട് വണ്ടി ഓടിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആകുകയുള്ളൂ. ഓയിലില്ലാത്തത് കൊണ്ടാണ് വണ്ടിക്ക് പുകയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ഒഴിച്ചിട്ട് വണ്ടി ഓടുന്ന സമയത്ത് പുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പുകയുണ്ടാവും. നമ്മൾ മാറ്റുന്ന ക്ലച്ച് ഡിസ്ക് എന്ന് പറയുമ്പോൾ കമ്പനിയായിട്ട് നമ്മൾ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ 710 രൂപ ക്ലച്ച് ഡിസ്കിന് വന്നിട്ടുണ്ട്. 220 രൂപയാണ് ക്ലച്ച് പ്ലേറ്റ് വരാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് 65 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്ലച്ച് ക്യാമിൻ്റെ സ്പ്രിങ്, ഈ ഓറിങ് ഐറ്റംസൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ എൻജിൻ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ്, ഓറിങ് അതൊക്കെ അഡീഷണൽ വരും. പിന്നെ ചെയിൻ ബ്രേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തരാം. വേറെ ഒരു പണിയും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കണേ. അതും പ്രകാരം നമ്മൾ ക്ലച്ചിൻ്റെ ഈ വർക്ക് മാത്രമാണ് ചെയ്യണുള്ളൂ. അതും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ഓയിലില്ലാതെ വണ്ടി ഓടിയാൽ ക്ലച്ച് ഡിസ്ക് വീണ്ടും പോകും, സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻജിൻ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. എൻജിൻ വർക്കിന് നല്ല രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വർഷം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ കണ്ടീഷനിലുള്ള വണ്ടിക്ക് ഒരു കാരണവശാലും വാറണ്ടി പറയാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിക്കാതെ മാറുമല്ലോ. അപ്പോൾ അതിന് ക്ലച്ച് ഡിസ്കിൻ്റെയും ഈ വരുന്ന ചിലവുകൾ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വൈകുന്നേരം ഒരു 6 മണി 6:30 വർക്ക് തീരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതിന് ശേഷം വന്നാൽ മതി കേട്ടോ. അപ്പോൾ വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് അപ്രൂവൽ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.